കോഴിമാലിന്യവും ഉപയോഗശൂന്യമായ ക്ലോസറ്റുകളും കുട്ടികളുടെ ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനും അടക്കമുള്ളവ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നതും പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സുമായ വണ്ടൻപതാൽ തേക്കിൻകൂപ്പിലെ തോട്ടിൽ തള്ളി. വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മീറ്ററുകൾ മാത്രം മാറിയാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തി ആളൊഴിഞ്ഞ ഭാഗത്ത് തള്ളുകയാണ്. ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും 24 മണിക്കൂറും ചെക്ക് പോസ്റ്റ് തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഇതുമൂലമാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നത്. ഇത് മുണ്ടക്കയം കോരുത്തോട് റോഡ് സൈഡിലുള്ള വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള സ്ഥലമാണ്. ഇവിടെ വണ്ടൻപതാലിൽ നിന്ന് ഒഴുകുന്ന അതുമ്പുംതോട് എന്ന തോടിന് സമീപത്തിലേക്ക് കോഴി വേസ്റ്റ് തുടങ്ങി മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി വസ്തുക്കൾ നമ്മുടെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ശുദ്ധജലത്തിന് ഒത്തിരി ക്ഷാമം നേരിടുന്ന വണ്ടൻപതാൽ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ഇത്. ഈ പ്രദേശമാകട്ടെ കോരുത്തോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന സ്ഥലമാണ്. അവിടെ ബോർഡ് ഇവിടെ വേസ്റ്റ് ഇടരുതെന്നൊരു ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് നമ്മുടെ വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് രാത്രി കാലങ്ങളിൽ വണ്ടി തടഞ്ഞ് വണ്ടി പരിശോധിച്ച് വിടുകയാണെങ്കിൽ ഈ മാലിന്യങ്ങൾക്ക് ഒരു അറുതി വരുത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജനങ്ങളെ ബാധിക്കുന്ന അനേകം അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതിനു പുറകെ തോട്ടത്തിലെ കന്നുകാലികൾ വന്ന് വണ്ടൻപതാലിലെ കർഷകരുടെ ഇന്നലെ വെച്ച വാഴകൾ എല്ലാ കൃഷി സാധനങ്ങളും മുഴുവൻ കടിച്ചു തിന്നിട്ട് പോകുന്ന ഒരു സംവിധാനവും നിലവിലുണ്ട്. അതിന് പകരം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഒരു പൗണ്ട് ആരംഭിക്കണം എന്നുള്ള ഒരപേക്ഷയും കൂടെയുണ്ട്. കോരുത്തോട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹം എന്ന ബോർഡ് മാത്രം കാണാം. ഫോറസ്റ്റ് അധികാരികൾ ചെക്ക് പോസ്റ്റിൽ രാത്രികാല പരിശോധന നടത്തിയാൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാവുന്നതാണ്.